ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കാൻ 2025 അവസാന കാലഘട്ടത്തിൽ ഓഫറുകൾ ഉണ്ടായിരിക്കും. ഒരു നല്ല സമയമാണോ എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇറങ്ങിയിട്ട് ഏകദേശം 3 മുതൽ 3.5 വർഷം വരെ ആവാനായി. ആ തുടക്കത്തിൽ ഇറങ്ങിയ സ്കൂട്ടറുകളിൽ നിന്നും വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ ഇറങ്ങുന്ന സ്കൂട്ടറുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യമാണെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെ കാര്യമാണെങ്കിലും റേഞ്ചിൻ്റെ കാര്യമാണെങ്കിലും. ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട ലാഭം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 30 മുതൽ 40 പൈസ 30 മുതൽ 80 പൈസയ്ക്ക് നമുക്ക് 1 കിലോമീറ്റർ ഓടാൻ പറ്റും. പിന്നെ വളരെ സ്മൂത്താണ്, ശബ്ദമില്ല, വൈബ്രേഷൻ ഇല്ല, പെട്രോൾ അടിക്കേണ്ട, ഓയിൽ സർവീസ് ഇല്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ലാഭമായിട്ട് നമ്മൾ പറയുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് വളരെ എക്സ്പെൻസുകളുണ്ട്. ഏകദേശം ഒരു ദിവസം ഒരു 30-40 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 50 കിലോമീറ്റർ ഓടുന്നവനെ സംബന്ധിച്ചിടത്തോളം ആ ബാറ്ററി ഒരു 5 വർഷം 6 വർഷം അല്ലെങ്കിൽ കമ്പനി പറഞ്ഞ വർഷം വരെ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു ദിവസം ഒരു 80 കിലോമീറ്റർ ഓടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു 70-80 കിലോമീറ്റർ ഓടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ബാറ്ററി 2 വർഷം ആകുമ്പോഴേക്കും തന്നെ ഡീഗ്രഡേഷൻ തുടങ്ങും. അപ്പോഴേക്കും ബാറ്ററിയുടെ വാറണ്ടിയും കഴിഞ്ഞിട്ടുണ്ടാവും. അത് റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം ഒരു 55,000 മുതൽ 60,000 രൂപ വരെ ചിലവാക്കേണ്ടതായിട്ട് വരും. പിന്നെ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഉണ്ട്. സോഫ്റ്റ്വെയർ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ മാറ്റാനായിട്ട് കമ്പനിയുടെ അടുത്ത് പോകണം. അപ്പോൾ അതിന് പ്രധാനമായിട്ടും സർവീസ് സെൻറ്ററിൻ്റെ അവൈലബിലിറ്റി. ഈ ഒരു സർവീസ് സെൻറ്ററിൻ്റെ അവൈലബിലിറ്റി നിങ്ങളുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഇലക്ട്രിക് സ്കൂട്ടറുകൾ എടുക്കരുത്. അത് വലിയൊരു തലവേദന, നിങ്ങൾക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വരും. പിന്നെ മോട്ടോർ കൺട്രോൾ യൂണിറ്റ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ മോട്ടോർ കൺട്രോൾ യൂണിറ്റ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 20,000 രൂപ വരെ നമുക്കതിന് ചിലവാക്കേണ്ടി വരും. ഇത് കംപ്ലൈൻ്റ് ആകുന്നത് മിക്ക വണ്ടികളുടേതും അതിൻ്റെ വാറണ്ടി പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ ഈ സേവ് ചെയ്യുന്ന പൈസയെല്ലാം ഇത്തരത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ അതുപോലെ തന്നെ റേഞ്ചിൻ്റെ ഇഷ്യൂ. നമ്മുടെ വീട്ടിൽ ഒരു ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യാം. അത് പുറമെ നമ്മുടെ ചുറ്റുപാടും എല്ലാം ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഒരു അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടർ വീണ്ടും ഒരു തലവേദനയാവും. അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒരുപാട് രീതിയിലുള്ള അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടിൽ നല്ലൊരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, നമ്മുടെ ചുറ്റുപാടും ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ഒരു സിറ്റി യൂസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദിവസം ഒരു 50-60 കിലോമീറ്റർ ഓടുന്നുള്ളൂ പരമാവധി. അങ്ങനെയാണെങ്കിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാം. ലോങ് റൈഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വാഹനം ഒരു 6-7 വർഷം ഉപയോഗിക്കാൻ തീരുമാനിച്ചൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും എടുക്കരുത്. ഒരു ഇലക്ട്രിക് സ്കൂട്ടർ മാക്സിമം 4 വർഷം നന്നായിട്ട് ഓടുന്ന ഒരു വ്യക്തിക്ക് 4 വർഷം കഴിഞ്ഞാൽ അത് സ്ക്രാപ്പ് വാല്യൂവിന് ഒഴിവാക്കാനേ പറ്റുള്ളൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിക്കാൻ പറ്റിയൊരു വ്യക്തിയാണെങ്കിൽ മാത്രമേ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുക. അല്ലെങ്കിൽ കുറച്ച് കാലം കൂടെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നല്ല അപ്ഗ്രഡേഷനൊക്കെ വന്നൊരു സ്കൂട്ടർ എടുക്കുക. ഇപ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്.